അല്ല അപ്പി മണം വരുന്നുണ്ട് ഗൈസ്. ഇത്തവണ നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ഇത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയാണ് ഞങ്ങൾ സ്ട്രൈക്കടവിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ പോയ സമയത്ത് പാടത്ത് വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ പാടത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചങ്ങ് നടന്നപ്പോഴത്തേനും തോട്ടിൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ആമ്പല് കണ്ടു കേട്ടോ. എങ്ങനെയല്ലോ അത് പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി വളർത്തണം എന്നായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി ഒരു വടിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടത് നീക്കിയപ്പോഴത്തേനും അത് പെട്ടെന്ന് അങ്ങ് പോന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. പിന്നെയാണ് മനസ്സിലായത് അത് എവിടെന്നോ ഒഴുകി വന്നൊരു പീസാണ് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റി. പെട്ടെന്ന് അങ്ങ് കിട്ടിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എങ്ങനെയും ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് വളർത്തണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. നല്ലോണം കുഞ്ഞു വേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കട എന്തോ ചെറുതായിട്ട് ചീഞ്ഞോണ്ടാണ് തോന്നുന്നു ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ടായിരുന്നു. ഇനിയാണ് മെയിൻ ടാസ്ക്. ഈ ചെടി മാത്രം പോരല്ലോ, ഇത് വളരണം എന്നുണ്ടെങ്കിൽ ചേറ് വേണം. അതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ വരമ്പത്തുനിന്ന് കുറച്ച് മണ്ണൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി എടുത്തിട്ടാണ് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രണുവിൻ്റെ വീട്ടിലെത്തിയ ആദ്യത്തെ ടാസ്ക് ഉണ്ടായിരുന്നത് ഇത് കുഴിച്ചിടാനുള്ള പോണ്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതാണെങ്കിൽ കുറേ കാലമായിട്ട് മതിൽമ ചാരി വെച്ചുകൊണ്ട് ഒരുപാട് ചളിയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്യാൻ തന്നെ അത്യാവശ്യം ടൈം എടുത്തു. ഞങ്ങളെല്ലാവരും കൂടി അത് ക്ലീൻ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് ആ ഒരു പ്ലാന്റ് നമ്മൾ നടുകട്ടോ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് കുഴിച്ചിട്ടാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്തത്. വെക്കുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ചീഞ്ഞു പോകുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും 2 പൂവൊക്കെ വിരിഞ്ഞിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അത് ചീഞ്ഞു പോയി കേട്ടോ.